നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താസന്ധിയിലേക്ക് വിശദമായി. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്ക് 14 വർഷമായി ശമ്പളം ലഭിക്കാത്ത മനോവേദനയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA അനിൽകുമാർ, സൂപ്രണ്ട് ഫിറോസ്, സെക്ഷൻ ക്ലർക്ക് ബിനി ആർ എന്നിവർക്കെതിരെയാണ് നടപടി. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഉമേഷ്, നേരത്തെ ഈ DD ഓഫീസിൽ ഉൾപ്പെടെ വീഴ്ചയില്ല എന്നൊരു വിശദീകരണം പുറത്തു വന്നതാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നടപടി സംബന്ധിച്ച് വിശദീകരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, ഉമേഷ്? എന്തായാലും ഉന്മേഷ്, വളരെ മാതൃകാപരമായ ഒരു നടപടി വളരെ വേഗത്തിൽ എടുത്തിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി അല്പം മുൻപ്, അതായത് ഉച്ചയോടുകൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. വൈകിട്ട് 5 മണിക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് നൽകണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടക്കമുള്ളവർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. പക്ഷേ DGയുടെ റിപ്പോർട്ട് അങ്ങനെയായിരുന്നില്ല. DGയുടെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയായിരുന്നു. ഇത്തരത്തിൽ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുൻകാല പ്രാബല്യത്തിൽ 3 മാസത്തിനകം കൃത്യമായി ശമ്പളം നൽകണം എന്നുള്ള നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലെ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സൂപ്രണ്ട് ക്ലർക്കായ PA അനിൽകുമാർ, ഒപ്പം സൂപ്രണ്ട് ഫിറോസ്, കൂടാതെ സെക്ഷൻ ക്ലർക്ക് ബീന എന്നിവരാണ് സസ്പെൻഷൻ നടപടി നേരിട്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഇത് എയ്ഡഡ് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ എയ്ഡഡ് സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള നിർദ്ദേശം മാനേജ്മെന്റാണ് നൽകേണ്ടത്. അങ്ങനെ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള നിർദ്ദേശം മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. അത് നിശ്ചിത കാലയളവിൽ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ട് നടപടി എടുക്കാനും കഴിയും. ഉന്മേഷ്, ശരി. ഏതായാലും ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി. ആലപ്പുഴ ചേർത്തലയിലെ ദുരൂഹതയേറ്റുന്ന തിരോധാന കേസുകളിൽ നിർണായക തെളിവെടുപ്പ് തുടരുകയാണ്. പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലെ തിരച്ചിലിൽ നിരവധി അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. പരിശോധനയിൽ കൊന്തയും കുളം വറ്റിച്ച് നടത്തുന്ന പരിശോധനയിൽ 2 വസ്ത്രങ്ങളും കണ്ടെടുത്തു. കിണറ്റിലെ വെള്ളം വറ്റിച്ച് പരിശോധന നടത്തുകയാണ്. വീടിനുള്ളിലെ ഗ്രാനൈറ്റ് പൊളിച്ചും ഓടിളക്കിയും പരിശോധന തുടങ്ങി. കിടാവർ നായി എത്തിച്ചുള്ള പരിശോധനയും തുടരുകയാണ്. വേണ്ടിവന്നാൽ രാത്രിയും പരിശോധനയുണ്ടാകും. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. വിഷ്ണു, ഇന്നത്തെ പരിശോധന, തിരച്ചിൽ, എന്തൊക്കെ നിർണായക തെളിവുകൾ കിട്ടി വിഷ്ണു? ഉന്മേഷ, പരിശോധന 7 മണിക്കൂർ പിന്നിടുന്നു. രാവിലെ തന്നെ അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചിരുന്നു. അതായത് നേരത്തെ കണ്ടെത്തിയ അസ്ഥി കഷ്ണത്തിന്റെ ബാക്കിയാണിത് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിന് പിന്നാലെയാണ് ഈ പറമ്പിലുള്ള കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. ആ കുളത്തിൽ നിന്ന് ഒരു വസ്ത്രം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെഡാവർ നായ നടത്തിയ പരിശോധനയിൽ നിന്നൊരു കൊന്തയും ലഭിച്ചു. പക്ഷേ ഇത് ഈ ക്രൈമുമായി ഏതെങ്കിലും തരത്തിൽ റിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ആരും ഉപയോഗിക്കാത്ത ഒരു കുളമായിരുന്നു. അതുകൊണ്ട് അവിടെ കിടന്നതായിരിക്കാം ഇത്തരത്തിൽ ഒരു കൊടും ക്രിമിനൽ അങ്ങനെ ഡയറക്റ്റായി കുളത്തിലൊക്കെ കൊണ്ടുപോയി വസ്തുക്കൾ ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അത് ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട്. വിശദമായ പരിശോധന അതിൽ നടത്തും. ഇപ്പോൾ വീടിനകത്തുള്ള പരിശോധന, ഏറ്റവും നിർണായകമായ പരിശോധന പുരോഗമിക്കുകയാണ്. വീടിനകത്തുള്ള ഗ്രാനൈറ്റ് പൊളിച്ചുകൊണ്ട് പരിശോധന നടത്തുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒപ്പം ഈ ഓടിളക്കി അതിന്റെ ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഒരു സംശയമുണ്ടായിരുന്നത് ഈ വീടിനകത്ത് പുതിയതായി ഗ്രാനൈറ്റ് പാകിയിരുന്ന സെക്കൻഡ് ഹാൻഡ് ഗ്രാനൈറ്റ് ആണ് പാകിയത്. അതൊരു ക്രിമിനൽ ബുദ്ധിയാണ്, പഴക്കം തോന്നിക്കുന്നതിന് വേണ്ടി ഒരു ക്രിമിനൽ ബുദ്ധി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളുണ്ടോ എന്ന് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പൊളിച്ച് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. രാത്രിയും പരിശോധന നീളും. വിഷ്ണു സുരേഷ്, ആലപ്പുഴയിൽ നിന്ന്. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പിടിയിലായ സെബാസ്റ്റ്യൻ സീരിയൽ സൈക്കോ കില്ലർ എന്ന സംശയത്തിൽ ക്രൈംബ്രാഞ്ച്. അന്വേഷണത്തോട് സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല. ജേനമ്മ കൊലപാതക കേസിൽ സെബാസ്റ്റ്യനെ പൂട്ടാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 67 വയസ്സ് പ്രായം, പറയത്തക്ക ജോലിയൊന്നുമില്ല സെബാസ്റ്റ്യന്. പക്ഷേ ബാങ്ക് അക്കൗണ്ടിലുള്ളത് കോടികൾ. സ്ത്രീകളെ കൊലപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അപഹരിച്ചാണോ സെബാസ്റ്റ്യൻ കോടീശ്വരനായത്? ൽ കടക്കരപ്പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു. 2013 ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം സെബാസ്റ്റ്യൻ വ്യാജ ഒപ്പിട്ട് കൈക്കലാക്കി അത് മറിച്ചു വിറ്റ് കോടികൾ സ്വന്തമാക്കി. പിന്നാലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തെളിവെടുപ്പടക്കം നടത്തി. പക്ഷേ കോടതിയിൽ നിന്ന് സെബാസ്റ്റ്യൻ ഊരിപ്പോന്നു. ബിന്ദു എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനാകുക സെബാസ്റ്റ്യന് മാത്രമാണ്.
2.5 ഏക്കറിൽ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിന്റെ ഒത്ത നടുക്ക് ഒരു വീട്. അതാണ് സെബാസ്റ്റ്യന്റെ കോട്ട. ഈ പറമ്പിൽ എവിടെയെങ്കിലും കാണാതായ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച്. ഈ കേസിലെ പിൻ പോയിന്റും ഈ വീട് തന്നെയാണ്. വീടിനകത്തും പുറത്തും പരിശോധനകൾ ശക്തമാകുകയാണ്. കേസിൽ സെബാസ്റ്റ്യന്റെ മൊഴി നിർണായകമാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഭക്ഷണം വേണമെന്നും ഇൻസുലിൻ എടുക്കണമെന്നും മാത്രമാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ഇടയ്ക്ക് ചെറുതായി ഒന്ന് ചിരിക്കും. ഇതുകൊണ്ട് എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ക്രൈംബ്രാഞ്ചിന് ഇനിയും വ്യക്തമല്ല. ആ പശ്ചാത്തലത്തിലാണ് സമഗ്ര പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് തയ്യാറെടുത്തത്. ിൽ കാണാതായ ബിന്ദു പത്മനാഭൻ, 2012 മിസ്സിംഗ് ആയ ഐഷ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം കാണാതായ ജൈനമ്മ, സിന്ധു തിരോധാന കേസ്, ഇവരെല്ലാവരുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന കാര്യം ഏറെക്കുറെ പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല. ജൈനമ്മയുടേത് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അപ്പോഴും സെബാസ്റ്റ്യനാണ് കൊലപ്പെടുത്തിയതെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ചുരുളുകൾ അഴിയാതെ കിടക്കുകയാണ് ഈ തിരോധാന കേസുകളുടെ. ആലപ്പുഴയിൽ നിന്ന് അനന്തുബി നായർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. മാവേലിക്കരയിൽ അച്ഛൻ കോവിലാറിന് കുറുകെ നിർമ്മിക്കുന്ന പാലം തകർന്ന് പുഴയിൽ വീണ് 2 പേർ മരിച്ചു. ഹരിപ്പാട് സ്വദേശി ബിനുവും മാവേലിക്കര സ്വദേശി രാഘവുമാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമേഷ്, ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് മാവേലിക്കരയിൽ ഈ പാലം തകർന്നു വീണ് അപകടമുണ്ടാകുന്നത്. അച്ചൻകോവിലാറിന് കുറുകെ ചെന്നിത്തല പഞ്ചായത്തിനെയും ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ പണി പൂർത്തിയായിക്കൊണ്ടിരുന്നത്. നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ഈ ഗർഡർ തകർന്നു വീണ ഒരു അപകടമുണ്ടാകുന്നത്. ഗർഡറിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ട 7 പേരടങ്ങുന്ന എഞ്ചിനീയർമാരടങ്ങുന്ന സംഘം ഈ പാലത്തിലേക്ക് കയറുകയായിരുന്നു. ഈ കയറിയ സമയത്താണ് ഗർഡർ പൂർണ്ണമായും ഇടിഞ്ഞ് ഈ അച്ചൻകോവിൽ ആറിലേക്ക് വീണത്. 3 പേരാണ് ആദ്യഘട്ടത്തിൽ ഇതിലേക്ക് വീണത്. ബാക്കി അവശേഷിച്ച 4 പേർ രക്ഷപ്പെടുകയും ചെയ്തു. 3 പേർ അച്ചൻകോവിൽ ആറ്റിലേക്ക് വീണു. അതിൽ ഒരാൾ നീന്തി കരയിലേക്ക് കയറി. 2 പേരെയാണ് കണ്ടെത്താനുണ്ടായിരുന്നത്. ഈ 2 പേരുടെയും മൃതദേഹങ്ങൾ അല്പസമയം മുമ്പാണ് കണ്ടെത്തിയത്. മാവേലിക്കര സ്വദേശി രാഘവ് ഒപ്പം ഹരിപ്പാട് സ്വദേശി വിനു, ഈ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ദാരുണമായ അപകടമാണ്. എന്താണ് സംഭവിച്ചത് എന്നടക്കം അന്വേഷിക്കാൻ പൊതുമരാമത്ത് വിജിലൻസ് വകുപ്പിനെ നിയോഗിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ അടിയൊഴുക്ക് ശക്തമായിരുന്നു. അതിൽ അടിയൊഴുക്കിൽ ഒഴുകി വന്ന മരം ഇതിന്റെ തൂണിലിടിച്ചാണ് അപകടമുണ്ടായതെന്നുള്ള പ്രാഥമിക നിഗമനമാണ് നിലവിൽ മന്ത്രി സജി ചെറിയാൻ അടക്കം പറയുന്നത്. അതിനപ്പുറത്തേക്ക് നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതയാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിജിലൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ വരിക. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ ഉറച്ച് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും പരിശീലനം വേണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു. SC/ST വിഭാഗങ്ങളെ അപമാനിക്കുന്നതാണ് പരാമർശമെന്ന് ചൂണ്ടിക്കാട്ടി സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ പരാതി നൽകി. പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചും എതിർത്തും ചലച്ചിത്ര പ്രവർത്തകർ രംഗത്തെത്തി. ഇന്നലെ നടത്തിയ പരാമർശത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹ്യ പ്രസക്തി വേണം. സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ മികവുള്ളതായിരിക്കണം. ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു ഇന്നലത്തെ പ്രതിഷേധമെന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ വിമർശനത്തിന് മറുപടിയുമായി ഗായികയും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ പുഷ്പവതി രംഗത്തെത്തി. സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ എന്നതിലുപരിയൊക്കെ ഇതിനേക്കാളൊക്കെ അല്ല ഉപരി എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിക്കാൻ, ഞാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇവിടെ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. SC/ST ഉള്ള ഒരു വിഭാഗത്തിന് പണം കൊടുക്കുമ്പോൾ അതുവഴി അഴിമതി ഉണ്ടാക്കാൻ ഒരു വഴിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതിനുള്ള തെളിവ് അടൂർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ദിനുവയിൽ നൽകിയ പരാതിയിൽ SC/ST കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി.
അടൂർ ഗോപാലകൃഷ്ണനെ അനുകൂലിച്ചും എതിർത്തും സിനിമാ മേഖലയിൽ നിന്ന് അഭിപ്രായമുയർന്നു. സാറ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഈ സബ്സിഡി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വലിയ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സാറ് പറഞ്ഞ മുഴുവൻ കണ്ടന്റിലെ കാര്യം വിശദീകരിക്കപ്പെട്ടു. പൈസ മാത്രം കൊടുത്താൽ പോരാ, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് മുഴുവനിലാണ് ആ മീനിങ് ഇരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ പണം വെറുതെ കൊടുക്കരുതെന്നും ഈ വിഭാഗങ്ങളിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നുമായിരുന്നു സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം. 24 തിരുവനന്തപുരം. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ മന്ത്രിമാർക്കിടയിലും ഭിന്നാഭിപ്രായം. പരാമർശത്തിനെതിരെ ഡോക്ടർ ആർ ബിന്ദു രംഗത്തെത്തിയപ്പോൾ വി.എൻ. വാസവൻ ന്യായീകരിച്ചു. പരാമർശത്തെ UDF നേതാക്കൾ വിമർശിച്ചു. വിശ്വചലച്ചിത്രവേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല, ഹൃദയവികാസമുണ്ടാകണം എന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഫേസ്ബുക്ക് പ്രതികരണം. പരാമർശത്തോടുള്ള വിയോജിപ്പ് ഇന്നും മന്ത്രി ആവർത്തിച്ചു. ഈ ക്യാമറയുടെ നോട്ടം എന്ന് പറയുന്നത് മെയിൽ ഗെയ്സ് ആണ്, പുരുഷ നോട്ടമാണ്. എല്ലാ കാലത്തും ഇതുവരെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. പരാമർശം ദൗർഭാഗ്യകരമെന്ന് മന്ത്രി OR കേളുവും പറഞ്ഞു. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് മന്ത്രി V.N. വാസവൻ രംഗത്തെത്തി. സമാപന സമ്മേളനത്തിൽ ഇങ്ങനൊരു പരാമർശം നടത്തിയതായി കണ്ടു. ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ 3 കൊല്ലത്തെ ഒരു ക്ലാസ് കൊടുക്കണം എന്നായിരുന്നു നടനും MLA-യുമായ M. മുകേഷിന്റെ പ്രതികരണം. അവരെ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് ആവശ്യമെങ്കിൽ 3 മാസത്തെ ഒരു ക്ലാസ് കൊടുക്കണം. പരാമർശത്തിൽ ഇന്നലെ തന്നെ താൻ മറുപടി പറഞ്ഞതാണെന്ന് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. വിവാദമാക്കേണ്ടെന്ന് മന്ത്രി V. ശിവൻകുട്ടിയും പറഞ്ഞു. സ്പീക്കർ AN. ഷംസീർ, K. രാധാകൃഷ്ണൻ MP തുടങ്ങിയവരും പരാമർശത്തിനെതിരെ രംഗത്തെത്തി. അടൂരിനെപ്പോലൊരാൾ അങ്ങനെ പറയരുതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണൻ മാപ്പ് പറയണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. പരാമർശത്തെ BJP രാജ്യസഭാംഗം C. സദാനന്ദനും വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് 24. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് സ്ഥിരീകരിച്ച് കായികമന്ത്രി V. അബ്ദുറഹിമാൻ. ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞ അർജന്റീനിയൻ ടീം അസൗകര്യം അറിയിച്ചെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. എന്നാൽ മെസ്സിയുടെ വരവിനായി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. 24 എക്സ്ക്ലൂസീവ്. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. കായികമന്ത്രി V. അബ്ദുറഹിമാന്റെ ഈ പ്രഖ്യാപനം കായിക പ്രേമികളിൽ ഉണ്ടാക്കിയ ആവേശം തെല്ലൊന്നുമല്ല. ഒക്ടോബറിൽ 7 ദിവസം മെസ്സിയും സംഘവും കേരളത്തിലുണ്ടാകുമെന്നാണ് മന്ത്രി ഉറപ്പു നൽകിയത്. എന്നാൽ ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന ഉറപ്പിൽ പണമടച്ചെന്നും തുടർന്ന് ഈ വർഷം വരാൻ കഴിയില്ലെന്ന് ടീം അറിയിച്ചെന്നുമാണ് മന്ത്രി പറയുന്നത്. ഒക്ടോബറിൽ അല്ലെങ്കിൽ താല്പര്യമില്ലെന്ന് അറിയിച്ചത് സ്പോൺസർമാർ. കേരളം ഈ കരാറിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഒക്ടോബർ വിൻഡോയിൽ കേരളത്തിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട സ്പോൺസർ പറഞ്ഞു അതിൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് തർക്കം. കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീന ടീമിനെന്നാണ് മന്ത്രി പറയുന്നത്. കരാർ കൃത്യമായാണ് കേരളം പിന്തുടർന്നതെന്നും മന്ത്രി പറയുന്നു. സ്പോൺസർമാരെ തള്ളാനും മന്ത്രി തയ്യാറായിട്ടില്ല. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിൽ പിഴവ് പറ്റിയത് മന്ത്രിക്കോ സ്പോൺസർമാർക്കോ? എന്തായാലും ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ആരാധകരുടെ പ്രതീക്ഷകളാണ് ഇതോടെ അവസാനിക്കുന്നത്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ഛത്തീസ്ഗഡിൽ ജയിൽ മോചിതരായ 2 മലയാളി കന്യാസ്ത്രീകൾ ഈ ആഴ്ച അവസാനത്തോടെ കേരളത്തിലെത്തും. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയ്ക്കും പ്രവർത്തകർക്കുമെതിരെ പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. 2 ആഴ്ച കൂടുമ്പോൾ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന ജാമ്യ ഉപാധിയിലാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവർ പുറത്തിറങ്ങിയത്. ഇത് പ്രകാരം 8-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. ഇതിനുശേഷമാകും കേരളത്തിലേക്ക് മടങ്ങുക. ഏതാനും ദിവസം ഇരുവരും വീടുകളിൽ ചെലവഴിക്കും. തുടർന്ന് ഛത്തീസ്ഗഡിലേക്ക് മടങ്ങും. കണ്ണൂർ സ്വദേശിനിയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്. സിസ്റ്റർ പ്രീതി മേരി അങ്കമാലി സ്വദേശിയും. ഇരുവർക്കും പുതിയ ചുമതലകളോ സ്ഥലം മാറ്റമോ ഉടനുണ്ടാകില്ല. കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ട നിയമ നടപടികൾ തുടരാൻ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഛത്തീസ്ഗഡിൽ തുടരേണ്ടതുണ്ട്. ജാമ്യോപാധികൾ പ്രകാരം കന്യാസ്ത്രീകൾക്ക് രാജ്യത്തിനകത്ത് സഞ്ചരിക്കുന്നതിന് തടസ്സമില്ല. അതേസമയം ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ, ഏതാനും പ്രവർത്തകർ എന്നിവർക്കെതിരെ യുവതികൾ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ആ 3 പെൺകുട്ടികൾ 2 ദിവസമായി പോലീസ് സ്റ്റേഷനുകളിൽ നിരന്തരമായി കയറി ഇറങ്ങിയിട്ടും അവരുടെ പരാതി സ്വീകരിച്ചു. പക്ഷേ FIR ഇടാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോലീസ് തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ഒരു പ്രശ്നം.
ലളിത, സുക്മതി എന്നീ യുവതികൾ ഓർച്ച പോലീസ് സ്റ്റേഷനിലും കമലേശ്വരി മറ്റൊരു പോലീസ് സ്റ്റേഷനിലുമാണ് പരാതി നൽകിയത്. ഈ 2 പരാതികളും ദുർഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയാകും കേസെടുക്കുക. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. കന്യാസ്ത്രീകളുടെ അറസ്റ്റിലെ ഇടപെടലിനെ ചൊല്ലി BJP കേരള ഘടകത്തിൽ ഭിന്നത രൂക്ഷം. ക്രൈസ്തവ നയതന്ത്രം പാളിയെന്ന് കെ സുരേന്ദ്രൻ, MD രമേശ് വിഭാഗങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. കന്യാസ്ത്രീകൾക്കൊപ്പമെന്ന് പറയുന്നുവെങ്കിലും കേസ് റദ്ദാക്കുന്നതിലെ നിലപാട് BJP വ്യക്തമാക്കിയിട്ടില്ല. BJP ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന ക്രൈസ്തവ നയതന്ത്രം പാളിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയിൽ കൂടിയാലോചന നടത്തിയില്ല. 6 പേർ മാത്രമാണ് കൂടിയാലോചനകളിൽ പങ്കാളികളായതെന്നും വിമർശനമുണ്ട്. വിഷയത്തിൽ RSS എതിരായതോടെ MT രമേശ് അകന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് BJP കേരള ഘടകത്തെ ബാധിക്കില്ലെന്ന് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഈ കോൺഗ്രസ് ഭരിച്ചാൽ പോലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ മുമ്പോട്ട് വരാം. അപ്പോൾ അതിനെ ആ സർക്കാരുകൾ അവരുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് അവർ വേണ്ട രീതി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കേരളത്തിൽ ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ കേരളം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കന്യാസ്ത്രീകളെ സംശയനിഴലിൽ നിർത്തുന്നതായിരുന്നു S സുരേഷിന്റെ പ്രതികരണം. BJP കേസിന്റെ മെരിറ്റിനകത്തേക്ക് കടന്നിട്ടുമില്ല, ഇനി കടക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധത്തിൽ SDPI പ്രവർത്തകർ നുഴഞ്ഞുകയറിയെന്ന് വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈസ്തവ സഭ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ തൊട്ടതിലെല്ലാം കൈപൊള്ളിയ നിലയിലാണ് സംസ്ഥാന BJP. വിവിധ ബ്യൂറോകൾക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ചേർത്തല തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രതി സെബാസ്റ്റിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. CPIയുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ബിനോയ് വിശ്വത്തിന് രൂക്ഷ വിമർശനം എന്ന വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. ഇടവേളയിലേക്ക് വാർത്താസനത്തിലേക്ക് തിരികെ ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ചില വാർത്തകൾ ചുരുക്കത്തിൽ. ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയിൽ വീണ്ടും അസ്ഥികൾ ലഭിച്ചതായി സൂചന. 10ാം സ്പോട്ടിൽ നിന്ന് 100 അടി മാറി നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൾ കണ്ടെത്തിയതായി സൂചനയുള്ളത്. ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയെന്ന പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നുവെന്ന് കോടതിയുടെ പരാമർശം. വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഇനി യാത്രയ്ക്ക് 15 മിനിറ്റ് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 8 വന്ദേ ഭാരത് എക്സ്പ്രസുകളിലാണ് സൗകര്യമുണ്ടാകുക. കേരളത്തിലോടുന്ന 2 വന്ദേ ഭാരത് ട്രെയിനുകളിലും ഈ സൗകര്യം ലഭ്യമാണ്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം അതിശക്തമായ മഴ തുടരാൻ സാധ്യത. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. ഉത്തരേന്ത്യയിലും കനത്ത മഴ തുടരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. PV അൻവറിനെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടു. ചുമതലക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചെന്നും പ്രവർത്തന റിപ്പോർട്ട്. ഇനി പൊതുജന കഴുതല്ല സർ എന്ന പരിപാടി കാണാം. പ്രജിൻസി കണ്ണനെത്തും. നമസ്കാരം.